ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം വെച്ചിട്ടൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി, ഒന്നാം തരം ഒരു ഹൽവ. അപ്പോഴും ഞാൻ കരുതി നിങ്ങൾ കൂടി ഈ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണമെന്ന്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരുന്നത് 2 ഗ്ലാസ് തികച്ച് വേണ്ട കഞ്ഞിവെള്ളമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് അരിപ്പൊടിയോ കോൺഫ്ലോറോ എന്തെങ്കിലും ഇട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞാനിവിടെ അരിപ്പൊടിയാണ് ഉപയോഗിച്ചത്. നല്ലതായ രീതിയിൽ കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതാക്കണ്ടോ, ഈ പരുവത്തിൽ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടണം. ഇനി ഇതാണ്ട് നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ കാഷ്യൂനട്ടൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലതുപോലെ ഫ്രൈ ആയി വന്നു കഴിയുമ്പം ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി അതിന് ശേഷം ഒരു 3 പീസ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്ര മതിയാവും ഇതിന് കേട്ടോ. ഈ മധുരം തന്നെ ധാരാളം. മധുരം കുറവുള്ളവർക്ക് ഇതിൽ കുറച്ച് ചേർക്കാം, കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നീട് നമ്മൾ ഈ പാനിലേക്ക് നമ്മുടെ ആ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായ രീതിയിൽ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. കാരണം ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കണ്ടത് പെട്ടെന്നാണ് കുറുകി വന്നത്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഇത് തന്നെ കൂടുതലായിട്ടാണ് തോന്നുന്നത്. ഇതാ എല്ലായിടത്തും ആ ശർക്കര പാനി എത്തത്തക്ക രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ചേർത്ത് ഇങ്ങനെ മിക്സാക്കി എടുക്കാം. കാരണം അപ്പോൾ അടിപൊളി ഒരു നെയ്യുടെ മണവും നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു ഹൽവ റെഡിയായി കിട്ടും. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ നട്ട്സ് കൂടി ഇതിനകത്ത് ചേർത്ത് നല്ലതായ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനൊപ്പം നമുക്ക് തേങ്ങാക്കൊത്തൂടെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്തൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏലക്കാപ്പൊടി ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾ മെയിനായിട്ടും ഏലക്കാപ്പൊടി ചേർക്കണം. ഏലക്കാപ്പൊടി കൂടെ ഒക്കെ ആകുമ്പോഴാണ് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടുക. ഏലക്കാപ്പൊടിയുടെ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി, അതാണ് കാണിക്കാൻ പറ്റാഞ്ഞത്. അതുപോലെ കണ്ട ഈ പരുവത്തിന് വേണമെന്നാണ് നമ്മുടെ പാനിയിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് കിട്ടണം. കണ്ടോ, നോക്കിക്കേ. എന്നാൽ അധികം അങ്ങോട്ട് കുറുകാനും പാടില്ല, അങ്ങ് ലൂസായി ഇരിക്കാനും പാടില്ല. കാരണം അധികം കുറുകിയാൽ നമ്മുടെ നമ്മൾ സെറ്റാക്കാൻ വെക്കുന്ന പാത്രത്തിൽ ഒഴിക്കുമ്പോൾ നമുക്കത് നല്ല സെറ്റാക്കി എടുക്കാൻ നല്ല പ്രയാസമായിരിക്കും. ഇത്ര മാത്രം മതി. ഇപ്പം ഇത് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. കണ്ട, എങ്ങും ഒരു പൊടി പോലും പാത്രത്തിൽ എങ്ങും പറ്റുന്നില്ല. കണ്ട, നല്ല ടേസ്റ്റാണ് ഈ ഹൽവ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല സൂപ്പറാണ്. ഞാൻ ഇന്ന് അരി വാർത്തുകൊണ്ട് ഇന്നപ്പോൾ ഞാൻ ആലോചിച്ചതാണ് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഹൽവ ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ പണി അങ്ങ് തുടങ്ങിയത്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഈ കടയിൽ എങ്ങും നമ്മൾ ഹൽവയ്ക്കായി പോകണ്ട. ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കണം. വേണ്ടി ഞാൻ കുറച്ച് കാഷ്യൂനട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത്, നെയ്യ് തൂവിയ പാത്രമാണ്, നെയ്യ് തൂവി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് ആ മിക്സ് അതിലേക്ക് ഒഴിച്ച് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണം. കണ്ടോ, എൻ്റെ ഇപ്പോഴും തന്നെ നമ്മുടെ ഇത് കണ്ട ഇച്ചിരി കുറുകിപ്പോയി. ഇത്രയും കുറുകാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ട്. അതാണ്ട് സൂപ്പർ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സൂപ്പറാണ്. നല്ല സോഫ്റ്റും നല്ല എന്താ പറയുക, ഒന്നും പറയാനില്ല, സൂപ്പർ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.